ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽസ് ജൂലീസ് ഡേ ഔട്ട്. കുറേ നാളെ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഞാൻ വലിയ മടിച്ചായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഷൂട്ടില്ലാത്തതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോകണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു പൊന്മുടി പോവാം. പൊന്മുടി പോകുന്ന വഴിക്ക് മീൻമുട്ടി വാട്ടർഫോൾസാണ്. അവിടെ ട്രിവാൻഡ്രത്തുള്ളവരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കണ്ടിട്ടുണ്ടാവും. പിന്നെ എക്കോ ടൂറിസം ഉണ്ട്, അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് പൊന്മുടിയിൽ മിക്കപ്പോഴും പോകാറുള്ളത് കൊണ്ട് തന്നെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നീ ഇതുവരെ പോയിട്ടില്ലാത്തൊരു ഹിഡൻ സ്പോട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അവിടുത്തെ പൊന്മുടി എത്തി. KTDC ആണ് അവിടുത്തെ ഗസ്റ്റ് ഹൗസാണ് ഇത് കേട്ടോ. ഞാൻ ഇവിടുത്തെ കഫേയിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അവിടുത്തെ കട്ട്ലേറ്റും പിന്നെ ഒരു ബീറ്റ്റൂട്ട് ചട്നിയുണ്ട്, ഭയങ്കര ഇഷ്ടം. ഇതാണ് KTDC ഫ്രണ്ട് എൻട്രൻസ്. ഈ ബിൽഡിംഗ് ഉണ്ടോ, ഇവിടെയാണ് സ്റ്റേയും അക്കോമഡേഷനും ഒക്കെ. അത് ഓപ്പൺ ആയിട്ടില്ല. അവിടെ തന്നെ കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. നെക്സ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോഴേക്കും ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞത്. ഒരുപാട് ഓവർ പ്രൈസ്ഡ് ഒന്നുമല്ല സ്റ്റേയും കാര്യങ്ങളും ഒന്നും. ഒരു തവണയെങ്കിലും അവിടെ പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. നല്ല സ്പോട്ടാണ്, കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ നല്ല തണുപ്പാണ്. ഇതാണ് KTDCയുടെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഞാനൊരു കോഫി ഓർഡർ ചെയ്തു. പിന്നെ ഓംലെറ്റ്, ചപ്പാത്തി, ചിക്കൻ കറി, ഇതാണ് കഴിച്ചത്. പിന്നെ എന്നോട് പറഞ്ഞ ഹിഡൻ സ്പോട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ടേക്കായി പോകുന്നത്. KTDCയുടെ തന്നെ കഫേ ഏരിയയുടെ താഴെയായിട്ടുള്ളൊരു സ്പേസാണ്. കുറേ പേരൊക്കെ പോയിട്ടുണ്ടാവും. ഇത് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ എന്നെപ്പോലെ കണ്ടിട്ടില്ലാത്ത ആർക്കെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് ചിലപ്പോൾ പോകാൻ തോന്നിയാലോ. ഇതുവരെ വന്നതിൽ മൊത്തത്തിൽ നല്ല വ്യൂ ആണ്. ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടേ ഇല്ല, ഇത് ഫസ്റ്റ് ടൈം വരുവാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ ഒരു നല്ല വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് എനിക്കറിയത്തേ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. പിന്നെ പോകുന്ന വഴിയൊക്കെ കണ്ടോ, കുറേയൊക്കെ നല്ല റോഡാണ്, അല്ലാതൊക്കെ പൊളിഞ്ഞു കിടക്കുക. പിന്നെ ഇവിടെ ഇങ്ങനെ കണ്ടു ഇവിടെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വരുന്ന സ്ഥലമാണെന്ന് മനസ്സിലായി. കാരണം അവിടെ കുറേ പേരൊക്കെ ലവിൻ്റെ സിമ്പിളും കുറേ കപ്പിൾസിൻ്റെ പേരും ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലമാണെന്ന് മനസ്സിലായി. പിന്നെ സൂക്ഷിച്ച് നടക്കണം, കുറച്ച് വഴുക്കലൊക്കെ ഉണ്ട്. കൂടുതലും ഇങ്ങനെയുള്ള ബോട്ടിലൊക്കെ വരുമ്പോൾ ഷൂസ് വെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ ഒരുപാട് അട്ടയുണ്ട്. പിന്നെ അത് മാത്രമല്ല സ്ലിപ്പാവാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അങ്ങനെ കുറച്ച് നടക്കണം. നടന്ന് ഒരുപാട് സ്റ്റെപ്പാണ് കൂടുതലുള്ളത്. ട്രാവലിംഗ് എപ്പോഴും നമുക്ക് മൈൻഡ് റിഫ്രഷിങ് തരുന്ന ഒരു കാര്യമാണല്ലോ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ട്രാവൽ ചെയ്യാനും പിന്നെ നല്ല ഫുഡ് ട്രൈ ചെയ്യാനും പിന്നെ നല്ല പാട്ടുകൾ കേൾക്കാനും ഒക്കെയാണ്. നമുക്ക് എത്ര വിഷമമുണ്ടെങ്കിലും എത്ര ടെൻഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത്, അതിപ്പോൾ അടുത്തായിക്കോട്ടെ ദൂരമായിക്കോട്ടെ എവിടെയാണെങ്കിലും ഒന്ന് പോയി വരുമ്പോഴത്തേക്കും മൈൻഡൊക്കെ ഒന്ന് ക്ലിയറായി ഓക്കെ ആയി ഒന്ന് ഹാപ്പി ആവും. ഇതാണ് നമ്മൾ പറഞ്ഞ പ്ലേസ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മളിങ്ങനെ മൊബൈലിൽ കാണുന്നത് പോലെയല്ല കേട്ടോ, നേരിട്ട് കണ്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. നേരിട്ട് കാണുമ്പോഴേ ശരിക്കുള്ളൊരു ഫീല് കിട്ടത്തുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്കവിടെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഒരു ശല്യമില്ല, ഒരു ബഹളമില്ല, ഭയങ്കര ഫ്രഷ് എയർ ആൻഡ് ഫ്രഷ് ഫീലാണ്. അവിടെ ഒരു മണ്ഡപമൊക്കെ ഉണ്ട്. മെഡിറ്റേഷനൊക്കെ ചെയ്യണമെന്നുള്ളതൊക്കെ അവിടെ വന്നിരുന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്യാം. പിന്നെ ആകെയുള്ള ശല്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അട്ടയുണ്ട് കേട്ടോ. അത് നമ്മളിപ്പോൾ ഷൂസൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ശല്യം ഒഴിവാക്കാം. പിന്നെ സാനിറ്റൈസറോ സോൾട്ടോ ഒക്കെ കയ്യിൽ കരുതിയിരുന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകയെന്നെങ്കിൽ തന്നെയും അതൊക്കെ ഒരു പ്രിക്കോഷൻസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല സ്പോട്ടല്ലേ. നിങ്ങൾക്ക് എത്രത്തോളം അത് കണ്ടിട്ട് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നേരിട്ട് കണ്ടപ്പം ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇത്ര നാളും പൊന്മുടി വന്നിട്ടും ഇങ്ങനെ ഒരു പ്ലേസ് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഈ പ്ലേസ് കാണിച്ചു തന്ന എൻ്റെ ഫ്രണ്ടിന് കുറേ താങ്ക്സ് പറഞ്ഞു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ.
പിന്നെ കുറേ നേരമൊക്കെ അവിടെ ഇങ്ങനെ നിന്നു, അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്നു. അത്യാവശ്യം അവിടുത്തെ ആ ഒരു ആംബിയൻസൊക്കെ എൻജോയ് ചെയ്തു, എക്സ്പ്ലോർ ചെയ്തു. നന്നായിരുന്നു. പിന്നെ കുറേ ലൈറ്റൊക്കെ പോകുന്നതിന് മുമ്പ് തിരിച്ചു വിട്ടേക്കാന്ന് കരുതി. അങ്ങനെ സ്റ്റെപ്സൊക്കെ കയറി അങ്ങനെ പോവുകയാണ്. KTDC നിന്ന് അങ്ങനെ ഇറങ്ങി പൊന്മുടിയിലേക്ക് പോകുകയാണ്, മുകളിലേക്ക്. അപ്പോൾ അത് പൊന്മുടിയിലെ പോലീസ് സ്റ്റേഷനാണിത്. നല്ലൊരു ബ്യൂട്ടിഫുൾ കൺസ്ട്രക്ഷനാണ്, പഴയൊരു ബിൽഡിങ്ങാണ്. കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആണ്. മേഘങ്ങളിൽ കൂടി ഇങ്ങനെ മിസ്റ്റ് ഇറങ്ങി വന്ന് താഴ്വരകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ. ആ സ്പോട്ടിലേക്ക് പോകുമ്പം നമ്മൾ ആ വ്യൂ കണ്ടു കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി നോക്കും. അങ്ങനെ ഒരു ഭംഗിയുള്ളൊരു വ്യൂ ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ എത്ര തവണ പൊന്മുടി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, കുറേ തവണ വന്നിട്ടുണ്ട്. കുട്ടിക്കാലം മുതലേ ഫാമിലിയായിട്ടൊക്കെ എപ്പോഴും വരുന്നൊരു സ്ഥലമാണ്. എന്നാലും ഓരോ തവണ കാണുമ്പോഴും ഫ്രഷ് ഫീലാണ്. ഇത് പൊന്മുടിയിലേക്ക് പോകുന്ന സ്ഥലത്തുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ്, KTDCയുടെ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളുമാണ്. പൊന്മുടി എത്തി. ഇതാണ് പൊന്മുടി. ഇവിടെ ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം എനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ളൊരു കോൾ വന്നതുകൊണ്ട് എനിക്ക് പൊന്മുടിയുടെ അകത്തേക്കൊന്നും പോയി അവിടെ നിന്നും നിങ്ങളെ കാണിക്കാനുള്ളൊരു സാവകാശം കിട്ടിയില്ല. പക്ഷേ ഭയങ്കര രസമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇനി കുറച്ച് നേരം കൂടെ നിന്നാൽ നല്ല രീതിക്ക് മിസ്റ്റ് മൂടുമായിരുന്നു. അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഇനി ഒരു ദിവസം പൊന്മുടി പോകുമ്പോൾ പൊന്മുടി അകത്ത് കയറിയതിന് ശേഷമുള്ള കുറേ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിവേ, താങ്ക് യു, ബൈ.